ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ 4G ഉണ്ടായിട്ടും റേഞ്ച് ഉണ്ടായിട്ടും നമുക്ക് നെറ്റിൻ്റെ സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം, അതെങ്ങനെ നമുക്ക് നെറ്റിൻ്റെ സ്പീഡ് കൂട്ടാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായി നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ MI യൂസേഴ്സിനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ആയിരിക്കും, ഇങ്ങനത്തെ സെറ്റിങ്സ് ആയിരിക്കും വരിക. അതിനകത്ത് നമ്മൾ സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഓപ്ഷനിലോട്ട് പോകാം. അല്ലാത്ത മൊബൈലുകളിലാണെങ്കിൽ നമ്മൾ പല രീതിയിലായിരിക്കും കൊടുക്കുക. മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഓപ്ഷനിലായിരിക്കും ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. നമ്മൾ പല ഫോണിൽ പല രീതിയിലായിരിക്കും. ഇതിപ്പോൾ MI യൂസേഴ്സിനായതുകൊണ്ടാണ് സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോയപ്പോൾ ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഒരു സിം കാർഡാണ് കാണാൻ സാധിക്കുക. ഞാൻ ഒന്നിട്ടുകൊണ്ടാണ് ഒന്ന് കാണിക്കുന്നത്. ചിലപ്പോൾ 2 സിം കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് 2 സിം കാർഡും കാണിക്കുന്നതാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഏത് സിമ്മിലാണ് നമ്മൾ നെറ്റ് സ്പീഡ് കൂട്ടേണ്ടത് ആ സിമ്മിലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. മൊബൈൽ നെറ്റ്വർക്ക്സിന് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, 3ാമത്തെ ഓപ്ഷൻ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കുക. അതിലാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. അതിനകത്ത് നമുക്ക് ഐഡിയ യൂസേഴ്സ് ആണെങ്കിൽ 2 ഓപ്ഷൻസ് കാണിക്കും, ഐഡിയ MMS എന്നും ഐഡിയ എന്നും. മറ്റ് നെറ്റ്വർക്കുകളാണെങ്കിൽ പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ജിയോ ആണെങ്കിൽ ജിയോ ഇൻ്റർനെറ്റ് മാച്ചിങ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐഡിയ എന്നുള്ള ഓപ്ഷനിലോട്ട് പോകാൻ വേണ്ടിയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സെർവർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ഒന്നും തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ www.google.com എന്ന് സെർച്ച് ചെയ്യണം. എന്ന് ടൈപ്പ് ചെയ്യണം. സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യണം www.google.com. അതിനുശേഷം നമ്മൾ ഓക്കെ വെക്കുക. നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അതെൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിനകത്ത് കാണും. അതിനകത്തും നോട്ട് സെറ്റ് ആയിരിക്കും, പലരുടെയും ഉണ്ടാവുക. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് PAP എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്തു അതിൻ്റെ അടിയിലോട്ട് പിന്നെയും പോകുമ്പോൾ നമുക്ക് APN പ്രോട്ടോക്കോൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ഇത് തന്നെ സെറ്റായി കൊടുക്കുക. IPv4 IPv6 അത് നമ്മൾ സെലക്ട് ചെയ്ത് ഇട്ടേക്കുക. ഓക്കെ, അതിൻ്റെ അടിയിൽ APN റോമിംഗ് പ്രോട്ടോക്കോൾ ഉണ്ടാവും. അതിലും നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിടുക. 2 ഓപ്ഷൻസ് ഉള്ളത് 2 ഒരുമിച്ചുള്ളത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ അടിയിൽ പോകുമ്പം എറർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ LTE ഓൺലി ഇടണം. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം മോർ എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് സേവിൽ നിന്ന് സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ APN സേവ് ആക്കി എടുക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.